എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 4 തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചാളമീനും മാങ്ങയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻ ചിതമ്പലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ മുള്ളൊന്നും എടുക്കാതെ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ തലയുടെ മണ്ട ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. ആ ചെകിളയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടെ തന്നെ വെച്ച് അവിയൽ വയ്ക്കുകയാണ്. പച്ചമാങ്ങയൊക്കെ ഇട്ടാണ് ഞാൻ ഇതേപോലെ ഈ അവിയൽ തയ്യാറാക്കുന്നത്. അപ്പം എന്താ മീൻ നമ്മൾ എടുത്ത് വെച്ചിരുന്നെല്ലാം ഇതേപോലെ മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാങ്ങയും അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതാ എരിവിന് വേണ്ടി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലുപ്പത്തിൽ കീറി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ വലിയ പീസസായിട്ട് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയും മാങ്ങയും മുളകും ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് അവയെല്ലാം കരയ്ക്കുന്ന രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ വേകാൻ വെച്ചിരുന്ന മീൻ പകുതിയോളം വെന്തിട്ടുണ്ട്. സമയമാകുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലേശം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അരപ്പെല്ലാം കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. അരപ്പ് നന്നായിട്ടൊക്കെ ആവിയൊക്കെ കയറി. ഇപ്പോൾ ഇതാ അവിയൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചെറിയ ചാള കൊണ്ട് ഇങ്ങനെ ഒരു അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചാള അവിയലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. ചാള കിട്ടുമ്പോൾ മാങ്ങയൊക്കെ ഇട്ട് ഈ ഒരു അവിയൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോറിനാൻ വേറെ ഒന്നും വേണ്ട, ഈ ഒരു അവിയൽ മാത്രം മതിയാകും. അടുത്തത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഏകദേശം 1/2 കപ്പോളം ചെമ്മീനുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിലിട്ട് കൊടുത്ത് 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെമ്മീൻ വഴറ്റിയത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാള ഒന്നുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയെന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വഴറ്റാൻ വെച്ചിരുന്നെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉണക്ക ചെമ്മീൻ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ ഒരു ഉണക്ക ചെമ്മീൻ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാനാണെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. 1 മിനിറ്റോളം ഇത് ഉണക്ക ചെമ്മീൻ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വെക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റുള്ള ഉണക്കൻ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. അടുത്തത് ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2-3 തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത പയർ നമുക്കിനി വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചേനത്തണ്ട് അരിഞ്ഞെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഇത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതേപോലെ ഇതിന് പുറകുവശത്തുള്ള ഈ തൊലി നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. പുറത്തുള്ള ഈ പച്ച കളർ തോല് ഫുള്ളായിട്ടും പിന്നെ ഒന്ന് ഇളക്കി മാറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അകത്തുള്ള വെള്ള ഭാഗം മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഇതേപോലെ നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓരോന്ന് എടുത്ത് ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് കൊത്തി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനുള്ളിലെ നീര് കയ്യിലേക്ക് തെറിച്ചാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞെന്ന് വരും. 2 തണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ 2 തണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്ത തണ്ട് തോരൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ കഴുകി അരിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരത്തെ വേകാൻ വെച്ചിരുന്ന പയറിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തോരൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. ഇപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്ത ചേനത്തണ്ട് 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും അരപ്പും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി ചേനത്തണ്ട് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് വെള്ളം എന്തെങ്കിലും അതിനകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ചേനയൊക്കെ പരുവായി വരുന്ന സമയമാണല്ലോ. അപ്പോൾ ചേന കിളയ്ക്കുന്ന സമയത്ത് ചേനയുടെ തണ്ട് കൊണ്ട് ഈ ഒരു തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിച്ചതും കൂടി ഒഴിക്കുമ്പോൾ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റായി കിട്ടും. താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു തോരനാണ്. ഈ ഒരു രീതിയിൽ ചേനത്തണ്ട് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി തയ്യാറാക്കാൻ പോകുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഉടച്ചുവപ്പാണ്. വേണ്ടി എത്രത്തോളം കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചേനയുണ്ട്, പിന്നെ ഒരു വലിയ പീസ് കാച്ചിലുണ്ട്, പിന്നെ കുറച്ച് ചേമ്പുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചേനയും കാച്ചിലും തൊലി ചെത്തിയാണ് എടുക്കേണ്ടത്. ചേമ്പാണെങ്കിൽ ചുരണ്ടി എടുത്താൽ മതി. ചേന മുറിച്ച് വെച്ചിരുന്നിട്ട് കുറച്ച് ദിവസമായതാണ്, അതുകൊണ്ട് സൈഡൊക്കെ അങ്ങനെ ഒരു കളർ മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തൊലിയെല്ലാം നന്നായി ചെത്തിക്കളയാം. ചേന കട്ട് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ നീര് ദേഹത്തോട്ടൊക്കെ തെറിച്ചെല്ലാം ചൊറിയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഇതാ കാച്ചിലെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഉൾവശം വയലറ്റ് കളറുള്ള കാച്ചിലാണ്, ചിലതാണെങ്കിൽ വെളുത്ത് തന്നെ ഇരിക്കും. കാച്ചിൽ തൊലിയൊക്കെ ചെത്തിയെടുക്കുമ്പോൾ കയ്യിൽ ചെറിയ വഴുവഴുപ്പൊക്കെ ഉണ്ടാകും. ചേനയും കാച്ചിലും തൊലി ചെത്തിയെടുക്കാനുള്ളതാണ്. അത് രണ്ടും ചെത്തിക്കഴിഞ്ഞ് ഇത് നമുക്ക് ചേമ്പ് ചുരണ്ടിയെടുക്കാം. ചേമ്പിനും തൊലി ചുരണ്ടിയെടുക്കുമ്പോൾ ചെറിയ വഴുവഴുപ്പുണ്ടാകും. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അതെടുത്ത് വെച്ചിരുന്ന കിഴങ്ങുകളെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. കുക്കറിലിട്ട് വേവിക്കാനായതുകൊണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഈ കൂട്ടത്തിൽ ചേനയായിരുന്നു വേഗം കുറച്ച് സമയം കൂടുതലെടുത്തത്. അപ്പം ചില സമയങ്ങളിൽ കിളച്ചെടുക്കുന്ന ചേനയാണെങ്കിൽ വേവ് കൂടുതലായിരിക്കും. അപ്പോൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയതായതുകൊണ്ട് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം മതിയാകും. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പും കൂടെ ചേർത്താണ് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് അരച്ചെടുക്കാം. ഇനി അരപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് ഈ കുക്കറിൽ ഏകദേശം ഒരു 4 വിസിലോളം കേൾക്കേണ്ടി വന്നത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ചപ്പാത്തി പരത്തുന്ന റോളോ അല്ലെങ്കിൽ നമ്മൾ കപ്പയൊക്കെ കിണ്ടുന്ന ആ കമ്പോ ഒക്കെ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതെന്തായാലും ഒരു നാടൻ ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 4-5 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് താളിച്ചത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉടച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം താളിച്ചത് ഈ ഉടച്ചുവെപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് താളിച്ചതും കൂടെ ചേർക്കുമ്പോൾ ഉടച്ചുവെപ്പിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉടച്ചുവെപ്പാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.